ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. സർക്കാർ സംവിധാനങ്ങൾ ലഭിക്കാതെ കൃഷി നശിക്കുന്നതായി പരാതി. കൃഷിയിൽ താൽപര്യം കാണിച്ച് ചെറുപ്പക്കാർ ഇറങ്ങിയാലും സർക്കാർ സംവിധാനങ്ങൾ ലഭിക്കാതെ കൃഷി നശിക്കുന്നതായി പരാതി. മഞ്ഞപ്ര പഞ്ചായത്ത് പ്രദേശത്തെ 16ഓളം വരുന്ന ചെറുപ്പക്കാർ കൂടി കരിങ്ങേമ്പുറം കപ്പളയ്ക്ക് വടക്ക് ഭാഗത്തായി 4 ഏക്കറോളം സ്ഥലത്ത് നെൽകൃഷി ചെയ്തു. ഇവർക്കാണ് ഈ ഗതികേട് ഉണ്ടായിരിക്കുന്നത്. കൃഷി ആരംഭിക്കാനും മറ്റുമായി മഞ്ഞപ്ര കൃഷിഭവനിൽ നിന്ന് ഇവർക്ക് സഹായങ്ങൾ ലഭിച്ചിരുന്നു. എന്നാൽ അവസാനഘട്ടമായ കൊയ്ത്ത് നടക്കുന്ന സമയത്ത് കൊയ്ത്ത് യന്ത്രം നൽകാമെന്ന് ബ്ലോക്ക് കൃഷി ഓഫീസിൽ നിന്നും ഇവർക്ക് വാഗ്ദാനം ചെയ്തിരുന്നതായാണ് പറയുന്നത്. എന്നാൽ കൊയ്ത്ത് യന്ത്രം പ്രവർത്തിപ്പിക്കാൻ ആളില്ല എന്ന കാരണത്താൽ 3 ആഴ്ചയോളം കൊയ്യാൻ പറ്റാതെ കിടന്നു മുളച്ചു പോവുകയാണ് ഇവിടുത്തെ കൃഷി. കൂടാതെ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്ന മഴയും വിളവിനെ സാരമായി ബാധിക്കുന്നുണ്ട്. കൃഷിയിലേക്ക് ആകർഷിക്കപ്പെട്ട് ഞങ്ങൾ ഒരു 15 ചെറുപ്പക്കാർ കൂടിയിട്ട് വളരെ ആവേശത്തോടു കൂടിയൊക്കെയാണ് ഒരു ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഞങ്ങളൊരു 4 ഏക്കർ സ്ഥലത്ത് ഒരു ആദ്യത്തെ പ്രാവശ്യം പരിചയസമ്പത്തില്ലാത്തതുകൊണ്ട് ആദ്യമായതുകൊണ്ട് ഞങ്ങളൊരു 4 ഏക്കറോളം സ്ഥലത്ത് നെൽകൃഷി ചെയ്തു. ഈ നെൽകൃഷി ചെയ്യാനായിട്ട് ഇതിൻ്റെ തുടക്കത്തിലുള്ള സപ്പോർട്ടുകളെല്ലാം ഞങ്ങൾക്ക് മഞ്ഞപ്ര കൃഷിഭവൻ്റെ സൈഡിൽ നിന്ന് എല്ലാ സപ്പോർട്ടുകളും ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. പക്ഷേ അത് പോകെ പോകെ വന്ന് വിളവെടുപ്പിൻ്റെ സമയമായപ്പോഴത്തേക്കും ഇവിടെ മെഷീൻ വന്ന് കൊയ്യേണ്ട ഒരു സാഹചര്യം ഉള്ളൊരു സ്ഥലമാണ്. പക്ഷേ എന്നിരുന്നാലും ഒരു മാസത്തോളം ഞങ്ങൾ ഇതിനു വേണ്ടി അങ്കമാലി ബ്ലോക്കായിട്ട് നിരന്തരമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അവിടെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ടും കിട്ടിയിട്ടില്ല. മെഷീൻ വന്ന് കൊയ്താറാണ് ഞങ്ങൾക്ക് ഇത് ലാഭത്തിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ആളുകളെ വെച്ച് കൊയ്യുമ്പോൾ ഇന്ന് ഒരാൾക്ക് വെച്ച് കൊടുക്കേണ്ട ഒരു കൂലി ഒരു ദിവസം 1000 രൂപ വെച്ച് കൊടുത്ത് 4 ഏക്കർ കൃഷി ചെയ്യുമ്പോൾ അതിനകത്ത് എത്രമാത്രം ലാഭം ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് ഞങ്ങൾ പറയാതെ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ബ്ലോക്കിൽ ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചു. നെല്ല് മൂത്ത് കിട്ടിയെന്നുള്ളൊരു നെല്ല് ഞങ്ങൾക്ക് വിളവെടുപ്പിന് സമയമായെന്ന് തുടങ്ങി ഞങ്ങൾ അവരായിട്ട് ബന്ധപ്പെടുന്നതാണ്. അപ്പോൾ അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം ബ്ലോക്കിൽ നിന്ന് ഒരു ജോലിക്കാരനെ ഇവിടത്തേക്ക് അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ അയക്കുകയും ആൾ വന്ന് ഇവിടെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് കൃഷി ചെയ്യുന്ന ചെറുപ്പക്കാരായ ആളുകളെ ഈ യന്ത്രം പ്രവർത്തിപ്പിക്കാൻ പഠിപ്പിച്ചാൽ അത് അവർക്ക് പ്രയോജനകരമായി തീരും എന്നാണ് ഇവർ പറയുന്നത്. സർക്കാർ നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിലും ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് മോശം പ്രവർത്തനമാണ് കർഷകർക്ക് ലഭിക്കുന്നതെന്നാണ് പറയുന്നത്. ഗത്യന്തരമില്ലാതെ നാട്ടിലുള്ള കുറേ ആളുകളെ സംഘടിപ്പിച്ച് കൊയ്യുകയാണ് ഇപ്പോൾ ഈ ചെറുപ്പക്കാർ. ഇത് ഒരു 3-4 ദിവസം ചെയ്താലാണ് ഇത് കൊയ്ത് തീരുള്ളൂ. വളരെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊക്കെ ഞങ്ങൾക്ക് വളരെ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. പക്ഷേ ജീവനക്കാർ ഇത് വന്ന് ജോലി ചെയ്യേണ്ട ആൾക്കാർ എൻ്റെ അറിവിൽ ഞങ്ങൾ അന്വേഷിച്ചതിൻ്റെ ഒരു അറിവിൽ അങ്കമാലി ബ്ലോക്കിൽ കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് ഈ മെഷീൻ അവിടെ വെറുതെ കിടക്കുകയാണ്. ആരും അത് ഓടിക്കാൻ ആളില്ല എന്നുള്ളതാണ് മെയിനായിട്ട് അവർ പറയുന്നൊരു കാരണം. അപ്പം ഞങ്ങൾക്ക് ഇത് ഞങ്ങൾ വളരെ ആവശ്യത്തോടു കൂടിയും ഒക്കെ വന്ന് ചെയ്തതാണ്. എല്ലാ സപ്പോർട്ടും എല്ലാവരുടെ ലോക്കലി നമുക്കത് കിട്ടുകയും വിളവെടുപ്പ്. ന്യൂസ് ബ്യൂറോ, മഞ്ഞപ്ര.